ചേടാ ഇയാളെന്താണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കണത്? സമാധാനം തരൂല. ശിവാനി കണ്ടു കാണുമോ? കാണൂല. ആരെ നോക്കുവാ? ഹലോ ശിവാനി, ചെന്നൈ എപ്പോ വന്നു? 1.5 മാസമായി. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഇയാളെ കാണുന്നുണ്ടോ? അതെ, അതാരാ? ഏത്? അവിടെ വന്നില്ലേ? അതാരെങ്കിലും ആയിക്കോട്ടെ. സത്യം പറ, ഇയാളാണോ പുള്ളിയെ വഴി തിരിച്ചിട്ടെ? ഞാനല്ല, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ശിവന് തോന്നുന്നുണ്ടോ? ഞാനല്ല, സത്യമായിട്ട്. എന്നാലും അതാരാ? ഫ്രണ്ടാണോ? ഫ്രണ്ടാണ്. ഫ്രണ്ടാ? ദൈവമേ. അല്ല ഒന്നുമില്ല, ഫ്രണ്ടല്ലേ, കുഴപ്പമില്ലല്ലോ. അതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കേട്ടായിരുന്നല്ലോ. എന്താ? ശിവറോക്സിന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ പൊന്നെ, ഇതൊക്കെ ആര് പറിച്ചു? പച്ചക്കള്ള അങ്ങനെയൊന്നുമില്ല. പിന്നെ അതുമല്ല, എനിക്കൊക്കെ ആര് പെണ്ണേരാണ് ശിവാനിക്ക് അറിയാലോ. പിന്നെ இந்த உலகத்திலே எனக்கு ரொம்ப பிடிக்கும். വേണ്ട വേണ്ട വേണ്ടേ? വേണ്ട. ഇവിടെങ്ങാനും കിടന്ന് കറങ്ങണത് ഞാൻ കണ്ട. മര്യാദയ്ക്ക് വണ്ടി എടുത്ത് പോക്കോ. അല്ല, ഈ മാസമെങ്കിലും എന്റെ മനസ്സ് വേദനിപ്പിക്കാതിരുന്നൂടെ? ഈ മാസം മനസ്സ് വേദനിപ്പിക്കാതിരുന്നൂടെ? ഈ മാസത്തിന് അല്ല, വാലന്റൈൻസ് മന്ത് ആണല്ലോ. വേണ്ട വേണ്ട വേണ്ട, ചെരുപ്പിരിക്കട്ടെ, നല്ലതല്ലേ. ഇട്, പൂ ചവിട്ടി അഴുക്കാക്കണ്ട. അപ്പം വെറും ഫ്രണ്ട് അല്ലേ? എന്തൊക്കെ അറിയണോടോ? ഒന്നും അറിയണ്ട. ഇതാ വന്നു മാനസിക. ഞാൻ വിട്ടോട്ടാ, പിന്നെ കാണാം. ശരി, ബൈ. എന്താ എങ്ങനെയാന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എന്നാലും ചോദിച്ചു പോവാണ്. യവൻ എങ്ങനെയാ അറിഞ്ഞത് നീ വന്ന കാര്യം? എനിക്കെങ്ങനെയാ അറിയണത്? നീ പോയി അവനോട് ചോദിക്ക്. ഓ ശിവ, ഞാൻ അറിയാത്തിന്റെ ഞാൻ ചോദിക്കാണ്. നിന്നെ അന്വേഷിച്ച് ഈടായിട്ട് ഇവിടെ ആമ്പിള്ളാരുടെ വര കുറച്ച് കൂടുന്നുണ്ടല്ലോ. അയ്യോ, നിന്നെ അന്വേഷിച്ച് വരുന്ന പെമ്പിള്ളേർ അത്ര ഒന്നും ഇല്ല. അതൊക്കെ എന്റെ ഫ്രണ്ട്സ്. ഇതെന്റെ ഫ്രണ്ട്സ്. നിന്റെ കേശുവേ, നിന്റെ കയ്യിലിപ്പോ നിന്നെ കേട്ട് നന്നായിട്ട് എനിക്കറിയാം. നീ അത് പറയല്ലേ എന്റെ അടുത്ത്. നിന്റെ ഫ്രണ്ട് അവിടെ വന്നിരിക്കുന്നു, എന്നിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുക. ചേച്ചി, ഞാൻ പറയാന്ന് കേട്ടിട്ട് ചേച്ചിക്കൊന്നും തോന്നരുത്. എനിക്ക് വിഷമമുണ്ട് പറയാൻ, എന്നാലും ഞാൻ പറഞ്ഞു പോവാണ്. ഈ എവളുണ്ടല്ലോ, ഈ എവളൊരു കോഴിയാണ് ചേച്ചി. കോഴിന്റെ ചേച്ചി പെടക്കോഴിയാണ് അവള്. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടില് പെടേനെയും പൂവനൊക്കെ മുട്ടിട്ട് നടക്കാൻ വയ്യ. അതിന്റെ ഇടയിലാ നിന്റെ അല്ല അനീതി. അപ്പൊ നിന്നെ കണ്ടല്ലേ പഠിക്കത്തുള്ളൂ. ചേച്ചി മാച്ചിനകത്ത് കാണിക്കണമെന്ന് കുഴപ്പമില്ല, പറയുമ്പോഴാ പ്രശ്നം. ഒച്ചേ, നീ ചെല്ല അങ്ങോട്ട്, അല്ലെങ്കിൽ ആ കനകേന്റെ ആ പയ്യനെ തീറ്റിച്ച് കൊല്ലും. ചേച്ചി, ആ വന്നവനല്ലേ അവളുടെ സീനിയർ, അവൻ എന്തോ ദുരുദ്ദേശമുണ്ട്. എന്തോ ദുരുദ്ദേശം? അതെനിക്കറിഞ്ഞൂടാ, പക്ഷെ അവന്റെ ഉദ്ദേശം എന്തായാലും ശരിയല്ല. നീ എന്താ വിചാരിച്ചേ? ഈ കോഴിത്തരമൊക്കെ നിങ്ങൾ ആമ്പിള്ളേർക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നാ? കൈ മടക്കാൻ തന്നായിട്ടല്ല, ഇവിടെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ കൈയും കാലം ഉണ്ടാവില്ല. വാ ഇങ്ങോട്ട്. ഒരു സടി മറ്റേ ഒരു സടി എന്ത്? ചേട്ടാ, എന്തോ ചേട്ടൻ പാട്ട് പാടോ? പാട്ട് ചേട്ടൻ പാടില്ല. ചേട്ടൻ ഇപ്പൊ ഡാൻസ് കളിക്കോ? ഡാൻസ് കളിക്കും ചേട്ടൻ, ജിംനാസ്റ്റിക്സ് ചെയ്യും, പാർക്ക് ചെയ്യും ചേട്ടൻ. അപ്പൊ അതൊക്കെ ഇവിടെ വെച്ച് കാണിക്കാൻ പറ്റുമോ? അയ്യോ, ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, ചേട്ടൻ ഷോൾഡർ ഇഞ്ചുറി ആയിട്ടിരിക്കുക. തള്ളല്ലേ? തള്ളല്ല. ആ ശിവാനി, ഫുഡ് കഴിച്ചു കഴിഞ്ഞാ? ഓ കഴിച്ചു. അപ്പൊ ഇറങ്ങുമല്ലേ? അല്ല, എനിക്ക് ശിവനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.
ഇവിടെ വെച്ചിട്ട് സംസാരമൊന്നും വേണ്ട. അതൊക്കെ കോളേജിൽ പോയിട്ട് കേട്ടോ. എന്താ ഏട്ടാ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുള്ളേ? പിള്ളേരെ അറിയണ്ട. ആ എന്താ ചേച്ചി? നീ അറിയണ്ടെന്നല്ലേ പറഞ്ഞ, പിന്നെ നിന്നാ സത്യം പറ. ആ അറിയണോ? എന്ത് എന്ത്? അല്ല, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവായിരുന്നല്ലേ. അപ്പൊ എങ്ങനെ പോവല്ലേ ഈ ചെന്നൈയിലോട്ടേ തിരിച്ചു പോവല്ലേ എന്ന്? അല്ല, തിരിച്ചു പോണം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ തീരുമാനം അറിയാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രശ്നോടൊന്ന് ഫുള്ള് ദുരൂഹതയാണ്. അവന്റെ നോട്ടം ശരിയല്ല. അല്ല, ശിവാനി എന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാട്ടി തന്നില്ലല്ലോ. ഇയാളൊന്ന് വീട് വാങ്ങാൻ പോണോ? ശിവാനി ഒന്ന് വന്നേ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. എന്താണ്? ഇവിടെ വാ. സ്ഥലം ഞാൻ കൊണ്ടേ കാണിച്ചാ മതിയോ? എനിക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ അറിയാം. ശിവാനി കൂടി വന്നാൽ കുറച്ചും കൂടി രസമായേനെ. എന്നാ പിന്നെ ഞാനും കൂടെ വരാം. പാറും കൂടെ വരും. പാർക്കുട്ടിയും വന്നോട്ടെ, ശിവാനിയും വന്നോട്ടെ, നമുക്ക് എല്ലാവരും കൂടി പോവാം. എനിക്കിന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതല്ലെങ്കിലും പണിയില്ലല്ലോ. ആണല്ലേ? പണിയില്ലെങ്കിൽ എന്താ, പണി തരാൻ വേണ്ടി ഓരോന്നൊന്ന് കയറിക്കൊള്ളുമല്ലോ. ഫണ്ണി ഗൈ. പണി. ശിവ, പിന്നെ ഒരു കാര്യം ചെയ്യ്. ഷാരോണേ ഇവിടത്തെ പരിസരമൊക്കെ ഒന്ന് കൊണ്ടേ കാണിച്ചു കൊടുക്കും. പിന്നെ ഷാരോചേട്ടൻ വാ, നമുക്ക് പാറമടയൊക്കെ ഒന്ന് കണ്ടുവച്ച് വരാം. ഓക്കെ, ഞാൻ കാണിച്ചു തന്നാ മതി. അതിന്റെ ആവശ്യമില്ല, ഞാൻ കാണിച്ചോളാം. ഷാരോചേട്ടൻ വാ. ഓ ചേച്ചി ഇത് കണ്ട ഇത് എന്താ അതറപ്പൊടി മണ്ണുകളി ഓറി ഓറി. ഇവിടെ എങ്ങാനും കിടന്ന് വടക്ക് നോക്കി യന്ത്രം കളിച്ച സംശയരോഗം